ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus 15 ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ OnePlus 15 അൺബോക്സിങ് നമ്മൾ ചാനലിൽ ചെയ്യേണ്ടായി. അപ്പോൾ നമ്മൾ ആ സമയത്ത് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല, കാരണം എംബാർഗോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാം തന്നെ വിശദമായി പറയാണ്. ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, എന്തൊക്കെയാണ് അപ്ഗ്രേഡ്, എന്തൊക്കെയാണ് ഡൗൺ ഗ്രേഡ്സ്, എല്ലാം തന്നെ വിശദമായി പറയാണ്. അതിനൊപ്പം തന്നെ ഈ ഡിവൈസ് ഓവറോൾ എങ്ങനെയാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് നിലയ്ക്ക്, അതായത് OnePlusന്റെ ഫ്ലാഗ്ഷിപ്പ് ആണല്ലോ, 2026 ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് നിലയ്ക്ക് എത്രത്തോളം നല്ലതാണ് എന്ന് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്, വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് പ്രൈസിങ് അനൗൺസ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 70,000 ആ റേഞ്ചിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കൂടാൻ ചാൻസ് ഇല്ല. ബേസ് വേരിയൻ്റ് അതായിരിക്കും പ്രൈസിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല, എന്നാലും നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ OnePlus 15 ഡീറ്റെയിൽ റിവ്യൂ ആണ്. ഈ റിവ്യൂ ചെയ്യുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സിൻ്റെ മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഡിവൈസ് ഫുൾ. ഞാൻ ആക്ച്വലി ഇത് കിട്ടിയ നെക്സ്റ്റ് ഡേ തന്നെ OnePlus 13 നമ്മുടെ ഫുൾ മൈഗ്രേഷൻ ചെയ്ത് അന്ന് മുതൽ ഇതെൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് വാട്സാപ്പും എല്ലാം തന്നെ കോൺഫിഗർ ചെയ്ത് ഒരു 3 ആഴ്ചയിലേറെയായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 3 വീക്സിൻ്റെ യൂസ്ഡ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് OnePlus 15 കുറിച്ച് പറയാം. അപ്പോൾ OnePlus 15 കുറച്ച് ചേഞ്ചസ് ഉണ്ട്, കുറച്ച് അപ്ഗ്രേഡ്സ് ഉണ്ട്, കുറച്ച് ഡൗൺ ഗ്രേഡ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നമ്മൾ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഏത് ഡിസൈൻ ലാംഗ്വേജ് ആണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. OnePlus 13s OnePlus 13s ആ ഡിസൈൻ ലാംഗ്വേജിനെയാണ് OnePlus 15 അഡോപ്റ്റ് ചെയ്തത്. അതുകൂടാണ് OnePlus പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇനി മുതൽ ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ എഡ്ജസ് കേർവ്ഡ് ആയിരിക്കും. ഇങ്ങനെ റൗണ്ടഡ് എഡ്ജസ് ഉള്ള ഡിസൈൻ ലാംഗ്വേജ് ആയിരിക്കും OnePlusന്റെ ഈ വർഷം ഇറങ്ങാൻ പോണ എല്ലാ ഡിവൈസസിലും വരാൻ പോണത്. അതായത് ഈ സ്ക്വയറിഷ് ടൈപ്പ് ഡിവൈസസോ അല്ലെങ്കിൽ കേർവ് ഡിസ്പ്ലേസ് വരാൻ ചാൻസ് ഇല്ല എന്നാണ് OnePlus പറഞ്ഞത്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ്, അതായത് OnePlus 13s ആ ഒരു ഡിസൈൻ ലാംഗ്വേജിനെയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ക്യാമറ മോഡൽ കുറച്ചുകൂടി വലുതാണ്, കാരണം ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ്. ഇത് ഗ്ലാസ് ആണ്. എന്നാൽ സ്റ്റാൻഡ് സ്റ്റോൺ വേരിയന്റ്, അതായത് ഒരു ക്രീം കളർ വേരിയന്റ് അല്ല, അതിൽ ഫുൾ ഗ്ലാസ് അല്ല, അതിനകത്ത് ഒരു എന്താ പറയുക ഗ്ലാസിൻ്റെ ഒരു വേറെ വെറൈറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്ക് പ്രോപ്പർ ഗ്ലാസ് ആണ്. ഇതിനകത്തൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. OnePlusന്റെ ലോഗോ കാണാം. അതേപോലെ തന്നെ ഇത് അറൌണ്ട് 212 ഗ്രാംസിൻ്റെ അടുത്താണ് വരുന്നത്. 8.1 mm ആണ് തിക്നെസ് വരുന്നത്. നല്ല ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആട്ടോ. 200 ഗ്രാംസ് ഉണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതിലെനിക്ക് പരാതികളൊന്നുമില്ല. പിന്നെ 6.78 ഇഞ്ചസ് ആയതുകൊണ്ട് ഒരുപാട് ലാർജ് ഡിസ്പ്ലേ അല്ല, ഒരുപാട് സ്മോൾ ഡിസ്പ്ലേ അല്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. എന്നാൽ OnePlus 13 നമുക്ക് ബാക്ക് ഒരു കേർവ്ഡ് ആയത് കാരണം ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. എന്നാലും വെയിറ്റ് ബാലൻസ് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് IP66 ഉണ്ട്, IP68 ഉണ്ട്, IP69 ഉണ്ട്, IP69K ഉണ്ട്. അപ്പോൾ വാട്ടർ ആൻഡ് ഡസ്റ്റ് ഇൻഗ്രസ് പ്രൊട്ടക്ഷനിലെ കംപ്ലീറ്റ് പാക്കേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും തന്നെ പേടിക്കേണ്ട. നമ്മൾ 1.5 മീറ്റർ ഡെപ്തിൽ പോയാലും പ്രശ്നമില്ല, ഹെവി വാട്ടർ പോയാലും ടെമ്പറേച്ചർ വാട്ടർ പോയാലും ഒന്നും തന്നെ പ്രശ്നം വരില്ല എന്നുള്ളതാണ് ആ ഒരു IP റേറ്റിംഗ്. അതായത് ഓൾറൗണ്ട് IP റേറ്റിംഗ് ഉണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട്, പിന്നെ ഈ ഫ്രെയിമും തന്നെ വളരെ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽ കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് OnePlus പറയുന്നത് ടൈറ്റാനിയത്തെക്കാളും സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. നല്ല സോളിഡ് കേസ്, റിജിഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിസൈൻ ലാംഗ്വേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു ഡിസൈൻ? അതോ നിങ്ങൾക്ക് OnePlus 13 അതിന് മുമ്പേ ഇറങ്ങിയ 12 ഒക്കെ റൗണ്ട് ഡിസൈനാണോ ഇഷ്ടപ്പെട്ട് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ OnePlus 13s റിവ്യൂ ചെയ്തപ്പോഴും പറഞ്ഞിട്ട് ആ ഡിസൈൻ ഒരു പുതുമയാർന്ന ഡിസൈനാണ്. അപ്പോൾ അതാണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജിൽ കോംപ്രമൈസ് ഒന്നുമില്ല, എല്ലാം തന്നെ പെർഫെക്റ്റ്ലി ഇതായിട്ടാണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനും അങ്ങനത്തെ എല്ലാം തന്നെ ഒരു കോംപ്രമൈസും ഇല്ല. ഇനി അടുത്തത് നമുക്ക് ഡിസ്പ്ലേയിലോട്ട് പോകാം. ഡിസ്പ്ലേയിൽ വരുമ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, മേ ബി ഒരു ഡൗൺ ഗ്രേഡ് ഉണ്ടെന്ന് പറയാം. കാരണം OnePlus 13 വന്നത് നമുക്ക് 2K ഡിസ്പ്ലേ ആയിരുന്നു, 2K AMOLED LTPO 120 Hz റിഫ്രഷ് റേറ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് 1.5K AMOLED ആണ്. ചെറിയൊരു ഡൗൺ ഗ്രേഡ് ഉണ്ട്, പക്ഷേ നമുക്കിവിടെ 165 Hz റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രോബ്ലി ഫസ്റ്റ് ടൈമാണ് 165 Hz റിഫ്രഷ് റേറ്റ്. 144 വരെ പോയിട്ട് 165 Hz റിഫ്രഷ് റേറ്റ് ആദ്യമായിട്ടാണ്. അപ്പോൾ OnePlus പറഞ്ഞാൽ 1.5K പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 165 Hz സപ്പോർട്ട് ചെയ്യണേ
2K പാനൽ ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അതിലേക്ക് പോയത് എന്നുള്ളത്. അപ്പോൾ 1.5 ചിലവർ പറയാം 165 ഹെർട്സിൻ്റെ ആവശ്യമില്ല, മേ ബി 144 മതിയായിരുന്നു, ഒരു 2K പാനൽ കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു ഇതുണ്ട്. അത് ശരിയാണ്, പ്രോപ്പറാണ്, കറക്റ്റാണ്. എന്നാൽ OnePlus പറയുന്നത് 165 ഹെർട്സ് വരുമ്പോൾ കുറേ കൂടി സ്മൂത്തർ എക്സ്പീരിയൻസ്, അതേപോലെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴൊക്കെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ബെറ്റർ ആവും എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഡിവൈസ് കുറേ കൂടി ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടാണ് ഇത്തവണ അവർ പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയാം. പിന്നെ 1.15 ബെസൽസ് ആണ് വരുന്നത്, യൂണിഫോം ബെസൽസ്, ലീസ്റ്റ് ബെസൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 1.15 വളരെ മിനിമൽ ബെസൽസ് ആണ്. അത് ഫോൺ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അത്രയും നല്ല മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, LTPO പാനലാണ്, 1800 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്, ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ വരുമ്പോൾ അത്രയും. പിന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ വളരെ മികച്ചതാട്ടോ. ഈവൻ ഹെവി സൺലൈറ്റിൽ യൂസ് ചെയ്താലും, ബ്രൈറ്റ് ഔട്ട്ഡോർ സൺലൈറ്റിൽ യൂസ് ചെയ്താലും ഒരു ഇതുമില്ല, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല. പിന്നെ ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് അതൊക്കെ തന്നെ വളരെ മികച്ചതാണ്. ഇനി ഇതിൻ്റെ കോംപ്രമൈസിലേക്ക് വരാം. 1.5K വേഴ്സസ് 2K. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഇത് 1.5K ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ആസ് സച്ച് ഞാൻ രണ്ട് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്തായിരുന്നു, OnePlus 13ഉം OnePlus 15ഉം. എനിക്ക് ആക്ച്വലി ഡിഫറൻസ് ഒന്നും എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. മേ ബി നമ്മൾ പിക്സൽ PP ചെയ്താൽ ചിലപ്പോൾ കാണും, കാരണം കുറച്ച് പിക്സൽസ് കുറവാണ്. ഇതിൽ 450 പിക്സൽസേ ഉള്ളൂ, മറ്റേ അറൗണ്ട് 500 പിക്സൽസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഒബ്വിയസ്ലി ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. എന്നാൽ റെഗുലർ യൂസേജ്, മൂവി വാച്ചിങ്ങോ അല്ലെങ്കിൽ നമ്മൾ റെഗുലർലി ഫോൺ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വ്യത്യാസം തോന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ കണ്ണിൽ നമുക്ക് ആ വ്യത്യാസം തോന്നില്ല. 1.5Kയും 2Kനും വ്യത്യാസം തോന്നില്ല. എന്നാലും ഡൗൺ ഗ്രേഡ് ആണോ ചോദിച്ചാൽ അതെ, ഡൗൺ ഗ്രേഡ് ആണ്. പക്ഷേ അപ്ഗ്രേഡ് എവിടെയാണ്? 165 ഹെർട്സിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് സൂപ്പർബാണ്, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ അടിപൊളിയാണ്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ പറയാനൊന്നുമില്ല, അത്രയ്ക്ക് സ്മൂത്ത് എക്സ്പീരിയൻസ്, ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഇത് പറയുക OnePlusന്റെ Exynos 15 തന്നെ വളരെയധികം സ്മൂത്ത് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അതിലും സ്മൂത്തർ ആയിട്ടുണ്ട്. പിന്നെ ട്രിനിറ്റി എഞ്ചിനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് OnePlusന്റെ ഒരു ഇന്റേണൽ അൽഗോരിതം ഉണ്ട്, അത് വെച്ചാണ് ഇവർ ഈ സ്പീഡും സ്മൂത്ത്നെസ്സും, അതായത് ഒരു ആപ്പ് ക്ലോസ് ചെയ്ത് അടുത്ത ആപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈമൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെയധികം ഒരു സ്മൂത്തർ എക്സ്പീരിയൻസ് തരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ Exynos 16ന്റെ റിവ്യൂ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നത്. പിന്നെ ഇതിനകത്ത് പ്ലസ് കീ ആണ് വരുന്നത് ഇത്തവണ, അലേർട്ട് സ്ലൈഡറല്ല, പ്ലസ് കീ ആണ്. പ്ലസ് കീയിൽ ഒബ്വിയസ്ലി നമുക്ക് മൈൻഡ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ സൈലന്റ് മോഡിലേക്ക് പോകാം, ക്യാമറ ആക്സസ് ചെയ്യാം, എല്ലാം തന്നെ കോൺഫിഗർ ചെയ്യാവുന്നതാണ്. ഞാനത് OnePlusന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ പറയേണ്ടായി, അപ്പോൾ അത് പോയി കാണാവുന്നതാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ജെമിനായി ആയിട്ട് ഇൻറ്റഗ്രേഷൻ ഉണ്ട്. അതായത് പ്ലസ് കീയിൽ നമുക്ക് പ്രസ് ചെയ്താൽ ജെമിനായിലേക്ക് നമ്മളെ കണ്ടന്റ് അത് കോപ്പി ചെയ്യുന്നുള്ളതാണ്. എന്നിട്ട് നമുക്കത് എന്താ പറയുക, മൈൻഡ് സ്പേസിൽ നമുക്ക് സേവ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ജെമിനായിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്, അപ്പോൾ ജെമിനായിൽ നമുക്ക് മൈൻഡ് സ്പേസും തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒരുപാട് AI ടൂൾസ് ഇൻക്ലൂഡ് ആണ്, ബഞ്ച് ഓഫ് AI ടൂൾസ് ആണ്. അപ്പോൾ എല്ലാ AI ടൂൾസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ Exynos വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അതെല്ലാം തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് പോയി നോക്കാവുന്നതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്, ഇമേജ് എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്, ഒരുപാട് AI ടൂൾസ് ഉണ്ട്. AI റെക്കോർഡർ ഉണ്ട്, അതേപോലെ AI നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്, AI റൈറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ എല്ലാം തന്നെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് പറയാം. 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ്. അത് പ്രോബ്ലം എനിക്ക് തോന്നുന്നു 5 years ആക്കാമായിരുന്നു എന്ന്, 5+6 ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ 4+5 കുഴപ്പമില്ല. ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിന് അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് നൽകുന്നത്. ഇനി പെർഫോമൻസിലേക്ക് പോകാം. സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ആദ്യത്തെ ഡിവൈസ് ഇന്ത്യയിൽ LPDDR5X അൾട്രാ അല്ലെങ്കിൽ അൾട്രാ പ്ലസ്. 16GB റാം എടുക്കുകയാണെങ്കിൽ അൾട്രാ പ്ലസ് ആണ്, അല്ലാത്ത റാം ആണെങ്കിൽ LPDDR5X അൾട്രാ. എന്ന് വെച്ചാൽ ഹയർ സ്പീഡാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ UFS 4.1 നോ കോംപ്രമൈസ്. പിന്നെ ഇതിനകത്ത് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, 360 ഡിഗ്രി ക്രയോ വെലോസിറ്റി കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല കൂളിംഗ് എക്സ്പീരിയൻസ് ആണ്. ഗെയിംസ് കളിക്കുമ്പോഴും അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് സിസ്റ്റം ഒക്കെ മെക്കാനിസം ഒക്കെ വളരെ നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ പെർഫോമൻസ് ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്. നമുക്ക് ആക്ച്വലി നമ്മൾ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഏതാണ്ട് 35 ലക്ഷമാണ്. അതായത് 3.5 മില്യൺ ആണ് നമുക്ക് കിട്ടിയ ആൻറ്റിറ്റ്യൂഡ് സ്കോർ. ഇൻഫാക്ട് ഇതിലും കൂടുതൽ കിട്ടിയ ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. 37 ലക്ഷമൊക്കെ വരെ എനിക്ക് പോയിട്ടുണ്ട്. ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതിലാണ് 35 ലക്ഷം എനിക്ക് കിട്ടിയത്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ നമുക്ക് ഗീക്ക് ബെഞ്ച് സ്കോർ ആണെങ്കിലും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഇതല്ലേ ഗീക്ക് ബെഞ്ച് സ്കോർ നോക്കി,
10,000 ഇതിന് മുകളിൽ പോയിട്ടുണ്ട് ഗീക്ക് ബെഞ്ച് ടെസ്റ്റ്. വളരെ മികച്ച പെർഫോമൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഗെയിമിംഗ് കളിക്കുമ്പോഴൊക്കെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്, സൂപ്പർ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. കൺസിസ്റ്റൻ്റായി 120 FPS ഗെയിമിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ OnePlus ഇത്തവണ ഗെയിമിങ്ങിന് അവരെ തന്നെ ഒരു ഗെയിമിംഗ് എഞ്ചിനൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് വളരെ മികച്ചതാണ്. OP ഗെയിമിംഗ് കോർ എന്ന് പറഞ്ഞ ഒരു ട്രൈ ചിപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. അപ്പോൾ പെർഫോമൻസ് ടോപ്പ് നോച്ചാണ്. ഇനി സ്പീക്കർ പോലെ നോക്കാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. സ്പീക്കർ എക്സ്പീരിയൻസും നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. പിന്നെ ഫിംഗർ പ്രിന്റ് സ്കാനറും വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. നല്ല രീതിയിൽ അൺലോക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്. പിന്നെ 5G സിഗ്നൽ സ്ട്രെങ്ത് ഞാൻ ജിയോയും വോഡഫോണും ട്രൈ ചെയ്തായിരുന്നു. വളരെ നല്ലതാണ്. പിന്നെ എയർടെലും ഞാൻ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നു. വളരെ നല്ല സിഗ്നൽ റിസപ്ഷനും 5G റിസപ്ഷനും എല്ലാം തന്നെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ഇഷ്യൂസ് ഒന്നും തന്നെ അതിനവിടെ ഫേസ് ചെയ്തിട്ടില്ല. കോൾ ക്വാളിറ്റിയും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ ഡൗൺഗ്രേഡ് ഉണ്ടെന്ന് പറയുന്നത് ഹാപ്റ്റിക് മോട്ടർ കുറച്ചൊന്ന് ഡൗൺഗ്രേഡഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ പറയുമ്പോൾ മേ ബി അത് ശ്രദ്ധിക്കാം. കാര്യം ഞാൻ റിപ്പോർട്ട്സ് വായിച്ചപ്പോഴാണ് ഇതിൻ്റെ ഹാപ്റ്റിക് മോട്ടർ ചെറിയതായിട്ട് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. കാരണം നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ മേ ബി എനിക്കൊരു ഫീൽ ചെയ്തായിരുന്നു ചെറിയ രീതിയിൽ ഒരു ഡൗൺഗ്രേഡ് ഉണ്ട് എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അത് തോന്നത്തില്ല. അപ്പോൾ ചെറിയൊരു ഡൗൺഗ്രേഡ് അതിലും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് ക്യാമറാസ്. ഇതാണ് എല്ലാവരും ഒരു വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം. കാരണം നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഒരുപാട് ഡൗൺഗ്രേഡ്സ് വന്നിട്ടുണ്ട്, ക്യാമറ പെർഫോമൻസ് ഡൗൺഗ്രേഡഡ് ആയിട്ടുണ്ടോ, ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ക്യാമറ ഹാർഡ്വെയർ ഒന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP സോണി IMX906 സെൻസറാണ്. 1/1.56 ഇഞ്ചാണ് സെൻസർ സൈസ് വരുന്നത്. എന്നാൽ OnePlus 13 1/1.43 ഇഞ്ചായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ സ്മോളർ സെൻസർ സൈസാണ്. അപ്പോൾ ലാർജർ ആയിരുന്നു OnePlus 13. അതേപോലെ F1.8 ആണ് ഇതിൽ വരുന്നത്. എന്നാൽ OnePlus 13 F1.6 ആയിരുന്നു. സെക്കൻഡറി ക്യാമറ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു 50 MP JN5 സെൻസറാണ്. അതിനൊപ്പം തന്നെ 1/2.76 ഇഞ്ചാണ് സെൻസർ സൈസ്. എന്നാൽ 13 1/1.95 ഇഞ്ചാണ്. അവിടെയും ഒരു ഡൗൺഗ്രേഡ് ഉണ്ട്. എന്നാൽ സൂം ലെവൽ കൂടിയിട്ടുണ്ട്. ഇവിടെ 3.5x ഡിജിറ്റൽ ഒപ്റ്റിക്കൽ സൂമാണ്, മറ്റേടത്ത് 3x ആയിരുന്നു. പിന്നെ തേർഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP അൾട്രാ വൈഡ് ക്യാമറയാണ്. അതൊരു ഓംനിവിഷൻ സെൻസറാണ്. പിന്നെ സെൽഫി ക്യാമറയാണ് 32 MP സോണി IMX709 സെൻസറാണ്. RGBW സെൻസറാണ്. 1/2.74 ഇഞ്ച് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ സെൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ക്യാമറ സെൻസർ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡൗൺഗ്രേഡ് ഉണ്ട്. കാരണം പ്രൈമറി ക്യാമറയും അൾട്രാ വൈഡ് ക്യാമറയും ഇൻഫാക്ട് ടെലിഫോട്ടോ ലെൻസും എല്ലാം തന്നെ സെൻസർ സൈസ് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പുതിയ ഫോൺ വരുമ്പോൾ അപ്ഗ്രേഡഡ് സെൻസർ അല്ലേ വരുന്നത്, ഇവിടെ ഡൗൺഗ്രേഡഡ് ആയിട്ട് എനിക്ക്. കാരണം സ്മോളർ സെൻസർ ആകുമ്പോൾ ഒബ്വിയസ്ലി ലൈറ്റ് കുറവായിരിക്കും. അതാണ് ആ സെൻസറിൻ്റെ സൈസിൻ്റെ വ്യത്യാസം വരുന്നത്. അതായത് എഫ് സ്റ്റോപ്പ് വാല്യൂം എന്താ പറയുക കുറച്ചും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഒരു. പിന്നെ ഇതിനകത്ത് ടെലിഫോട്ടോ എന്ന് പറഞ്ഞാൽ JN5 സെൻസറാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ടെലിഫോട്ടോ ലെൻസ് JN5 പ്രോബ്ലി എനിക്ക് ഒന്ന് ബെറ്റർ കൊടുക്കാമായിരുന്നു എന്നാണ്. എന്നാൽ ഇത്രയും ഡൗൺഗ്രേഡ് ഉണ്ടെങ്കിലും ക്യാമറ എത്രത്തോളം നല്ല നോക്കാം. എന്നാൽ ക്യാമറേൻ്റെ കാര്യം വരുമ്പോൾ ഈ ഒരു കാര്യം ആക്ച്വലി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഇത്രയും ഡൗൺഗ്രേഡ് ഉണ്ടായിട്ടും ക്യാമറ പെർഫോമൻസ് ആക്ച്വലി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തവണ ഹാസൽബ്ലാഡ് പാർട്ട്ണർഷിപ്പ് കളഞ്ഞിട്ട് അവർ തന്നെ ഡീറ്റെയിൽ മാക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടേഷൻ അൽഗോരിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെയധികം ഡീറ്റെയിൽസിനാണ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. സെൻസറിന് ഉപരി ഡീറ്റെയിൽസിനാണ്. പക്ഷേ അതിനകത്ത് ചെറിയ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സൊക്കെ എനിക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് നല്ല ക്രിസ്പ് ഡീറ്റെയിൽസാണ്, ഷാർപ്പാണ്, കളേഴ്സ് നല്ല റിച്ച് ടോൺസാണ്, സ്കൈ കളേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ വളരെ മികച്ചതായിട്ട് എനിക്ക് വന്നത്. ഈവൻ ടെലിഫോട്ടോ ലെൻസ് ആണെങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് ഒക്കെ തന്നെ നല്ല ഡീറ്റെയിൽസ് ആണ് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല. സെൻസർ വലുതാണെങ്കിൽ ചെറുതാണെങ്കിൽ തന്നെ ഡേ ലൈറ്റിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡീറ്റെയിൽ മാക്സ് അൽഗോരിതം വളരെ നല്ല മികച്ച പെർഫോമൻസ് ആണ് കാഴ്ച. ഈവൻ ക്ലോസപ്പ് ഷോട്ട്സ് ആണെങ്കിലും മാക്രോ ഷോട്ട്സ് ആണെങ്കിലും എല്ലാം തന്നെ മികച്ചതാണ്. ഇനി പോർട്രേറ്റ്സ് അതിലാണ് എനിക്ക് വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കാര്യം. എനിക്ക് OnePlus 13 ഇത് ഇമ്പ്രൂവ്ഡ് ആയിട്ട്
പറയുന്നത് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ പക്ക എഡ്ജ് ഡിറ്റക്ഷൻ ആട്ടോ. അത് പറയാതിരിക്കുമ്പോൾ ഈവൻ ഹെയർ സ്ട്രാൻഡ്സ് വരെ വളരെ മികച്ച രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല എഡ്ജ് ഡിറ്റക്ഷനാണ് ഇത് കാഴ്ചവെച്ചിട്ട്. അപ്പോൾ ക്യാമറയിൽ ഡൗൺഗ്രേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ക്യാമറ പെർഫോമൻസിൽ അത് അത്ര ഇമ്പാക്ട് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് വൺ പ്ലസിൻ്റെ ഒരു ഇത് പറയണം, കാരണം നല്ലൊരു ഡീറ്റെയിൽഡ് അൽഗോരിതമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ലോ ലൈറ്റ് എക്സ്പീരിയൻസ് പോകുമ്പോഴും ഇതേപോലെ തന്നെയാണ്, നല്ല ക്വാളിറ്റിയാണ് പ്രൈമറി ക്യാമറയിൽ നിന്ന് വരുന്നത്, നല്ല ഡീറ്റെയിൽസ് ആണ് വരുന്നത്, ഷാർപ്നെസ് ലെവൽസും ഒക്കെ നല്ലതാണ്. എന്നാൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ടെലിഫോട്ടോ ലെൻസിലെയും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അത്രയ്ക്ക് പോരാന്നുള്ളത് ടെലിഫോട്ടോയിലാണ്. പ്രത്യേകിച്ച് 3.5x സൂമിൽ എടുക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒട്ടും തന്നെ ഇല്ല. കാരണം ആ ഒരു സെൻസറിൻ്റെ സൈസ് കൊണ്ട് തന്നെയാണ്, ലൈറ്റ് ഇൻട്രേഡ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു. 3.5x ടെലിഫോട്ടോ ലോ ലൈറ്റിൽ വളരെ ആവറേജ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ അത് പ്രോബ്ലി ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. എഗെയിൻ ഈ ഡീറ്റെയിൽ മാക്സ് അൽഗോരിതത്തിൽ പ്രോബ്ലി ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു ഏരിയ മാത്രമേ ഇതിനകത്ത് പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ലോ ലൈറ്റ് ടെലിഫോട്ടോ വളരെ ആവറേജ് ആയിരുന്നു. ബാക്കി എല്ലാം കൊണ്ടും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സെൽഫി ക്യാമറ 32 MP RGBW സെൻസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഡീറ്റെയിൽസ് ആണ്, ഷാർപ്പ് ഇമേജസ് ആണ്, സ്കിൻ ടോൺസ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നിയത്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ 4K 120 FPS സപ്പോർട്ട് ഉണ്ട്, അതേപോലെ 1080p 120 FPS ഉണ്ട്, റെഗുലർ 8K സപ്പോർട്ടും ഉണ്ട്. അതുകൂടാണ്ട് തന്നെ നമുക്ക് റെഗുലർലി 4K 60 FPS 1080p 60 FPS എല്ലാം തന്നെ ഉണ്ട്. സെൽഫി ക്യാമറയിൽ 4K സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി എടുത്താൽ നല്ലതാണ്. എനിക്ക് റിയർ ക്യാമറയിൽ വീഡിയോയിൽ ചെറിയൊരു ജിറ്റർ, ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഫീൽ ചെയ്തായിരുന്നു. അത് എൻ്റെ ഡിവൈസിന് മാത്രമാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ആ ഒരു ഫീൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ. എന്നാൽ എൻ്റെ ക്യാമറയിൽ ചെറിയൊരു ജിറ്റർ ഫീൽ ചെയ്തായിരുന്നു. മേ ബി അത് അപ്ഡേറ്റ്സിൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. എന്നാൽ 120 FPS ഒക്കെ വളരെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഡൗൺഗ്രേഡ് ഉണ്ട് സെൻസറിൽ. പക്ഷേ ഫോട്ടോഗ്രാഫി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്യാമറ കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് വരാം. 7300 mAh ബാറ്ററി, 120 watt ചാർജിങ്. ചാർജിങ് ടൈം അറൗണ്ട് 145 minutes ആണ്. 39-40 minutes ആണ് കമ്പനി പറയുമെങ്കിലും 45 minutes നമ്മൾ ഫുൾ ചാർജ് ചെയ്തു. ബാറ്ററി പെർഫോമൻസ് ഒരു രക്ഷയില്ല എന്ന് പറയാം. എനിക്ക് കൺസിസ്റ്റൻ്റ്ലി ഈ ഒരു 3 ആഴ്ച കൺസിസ്റ്റൻ്റ്ലി 10 hours പ്ലസ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. ഏറ്റവും മിനിമം കിട്ടിയത് തന്നെ 10 hours ആണ്. 10 hours 30 minutes, 11 hours, 9 hours 50 minutes. ഓൺ ആൻ ആവറേജ് ഹെവി യൂസേജ് ആണ് ഇപ്പോൾ 10 മണിക്കൂർ ഈസിലി കിട്ടും. 10 മണിക്കൂർ ഈസിലി എന്ന് പറഞ്ഞാൽ ഈസിലി. ഇനി റെഗുലർ നോർമൽ യൂസർ, കാഷ്വൽ യൂസേഴ്സ് ആണെങ്കിൽ ഒരു 10-12 മണിക്കൂറൊക്കെ കിട്ടുമെന്നിരിക്കുന്നു. അത്രയ്ക്ക് ബ്രില്യൻറ്റ് ബാറ്ററി ലൈഫാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത ബാറ്ററി ലൈഫ്. ഇത്രയും ബാറ്ററി ലൈഫ് ഞാനൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസിൽ മുമ്പ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് അടിപൊളി ബാറ്ററി ലൈഫാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ടിൽ കാണിച്ചല്ലോ എൻ്റെ ബാറ്ററി ലൈഫ്. അപ്പോൾ അത്രയും മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതായിരുന്നു OnePlus 15 ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഓവറോൾ പറയുക ഇത് നല്ലതാണോ ഇതിൽ. അപ്പോൾ ഇതായിരുന്നു OnePlus 13. അപ്പോൾ ഇതായിരുന്നു OnePlus 15 ഒരു ഓവറോൾ റിവ്യൂ. അപ്പോൾ എൻ്റെ ഒരു 3 ആഴ്ചത്തെ യൂസിൽ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. എനിക്ക് വലിയ പരാതികളൊന്നും പറയാനില്ല. ആ ഒരു ടെലിഫോട്ടോ ലെൻസിലെ ലോ ലൈറ്റ് എക്സ്പീരിയൻസും, അതേപോലെ നമുക്ക് ഹാപ്റ്റിക് മോട്ടറിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അതേപോലെ ഡിസ്പ്ലേയിൽ 1.5K ഉള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡൗൺഗ്രേഡ്സ്. ഈ ഡൗൺഗ്രേഡ്സ് ഉണ്ടെങ്കിൽ പോലും ഓവറോൾ എക്സ്പീരിയൻസിൽ അത് വലിയൊരു മാറ്റം വരുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓവറോൾ എക്സ്പീരിയൻസ് മികച്ചതായിട്ടേ ഉള്ളൂ. ഇൻഫാക്ട് ഡിസൈൻ ആണെങ്കിലും, ബാറ്ററി പെർഫോമൻസ് ആണെങ്കിലും, അതേപോലെ ചാർജിങ് സ്പീഡ് ആണെങ്കിലും, ക്യാമറ പെർഫോമൻസ് ആണെങ്കിലും, ഗെയിമിംഗ് പെർഫോമൻസ് എല്ലാത്തിലും തന്നെ മികച്ചൊരു എക്സ്പീരിയൻസ് ആണ് OnePlus 15 കാഴ്ച. ഇനി ഫൈനലി ഇതിൻ്റെ പ്രൈസിങ്, നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ പ്രൈസിങ് അറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ആ 70,000 റേഞ്ചിൽ തന്നെയാണ് നിൽക്കാൻ ചാൻസ് ഉള്ളത്. കാരണം ഇതിനകത്ത് അപ്ഗ്രേഡ്സും ഉണ്ട്, ഡൗൺഗ്രേഡ്സ്. അപ്പോൾ ഓവറോൾ ഒരു ബാലൻസ്ഡ് ഫോൺ എന്നുള്ളതായിരിക്കും. എനിക്ക് തോന്നുന്നു ആ 70,000 റേഞ്ചിലായിരിക്കും. ആ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി വർത്ത് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം 3 ആഴ്ച യൂസ് ചെയ്തിട്ട് ഈ ഡൗൺഗ്രേഡ്സ് വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് എക്സ്പീരിയൻസ്, ഒരു 60,000 70,000 റുപ്പീസിന് ഉള്ള ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസിൽ ഏതാ നല്ല ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒരു കുഴപ്പമില്ല. കാരണം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ആ ഒരു ബാറ്ററി ലൈഫും ക്യാമറാസ് എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു റിവ്യൂ OnePlus 15 3 weeks യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇത് വർത്ത് ആണോ അല്ലയോ എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.